പത്തനംതിട്ട കൂടലിൽ സർക്കാർ സ്കൂളിലെ പിയൂണിനെ ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോന്നി മുതുപേടിങ്കൽ സ്വദേശി ബെജിയാണ് മരിച്ചത്. അപകീർത്തി പ്രചാരണം നടത്തിയെന്നാരോപിച്ച് പിയൂണിനെതിരെ സ്കൂൾ പരാതി നൽകിയിരുന്നു. ഇതിന് പോലീസ് വിളിപ്പിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. ശ്രീരാജ് ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, എപ്പോഴാണ് ഇദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്? ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുയർന്ന പരാതി എന്തെല്ലാമായിരുന്നു? സംഗീത, ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പത്തനംതിട്ട കൂടലിലുള്ള സർക്കാർ സ്കൂളിലെ പിയൂണായിരുന്നു ഇദ്ദേഹം. ഇതിന് തൊട്ടു മുൻപ് മറ്റൊരു സ്കൂളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടുന്ന് സ്ഥലം മാറ്റം ലഭിച്ചാണ് കൂടലിലേക്ക് എത്തിയത്. തൊട്ടു മുൻപ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രഥമാധ്യാപിക ഇത്തരത്തിൽ ഒരു അപകീർത്തി പ്രചരണം നടത്തി എന്ന പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നു കോന്നി പോലീസ് സ്റ്റേഷനിൽ. തുടർന്ന് കോന്നി പോലീസ് ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടം ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു. രണ്ടാമത് വീണ്ടും വരണമെന്നും കോന്നി പോലീസ് സ്റ്റേഷനിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇദ്ദേഹം വീട്ടിൽ നിന്നും ഏറ്റവും അവസാനമായി ഇറങ്ങിയത്. സ്കൂളിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ല. തുടർന്ന് 2 ദിവസമായപ്പോൾ തന്നെ പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ മറ്റു കുടുംബ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിന് പിന്നാലെ വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പരാതിയെ തുടർന്നുണ്ടായ പോലീസ് നടപടികളുമാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും തുടർന്ന് ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഗീത. ശരി, ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.